ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ദിവസം ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചും അവരുണ്ടാക്കിയ വിഷയങ്ങളെക്കുറിച്ചും നമുക്കൊരു വേദന. അതാണ് ആസ്തി എന്ന്, ആധ്യാത്മിക ആസ്തി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ക്യാരി ഓവർ ചെയ്യും, ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് നമ്മൾ ക്യാരി ഓവർ ചെയ്യും, ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക്. അപ്പം അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഇപ്പോൾ ഭർത്താവ് വഴി ഉണ്ടാവും. മനുഷ്യന്മാരുടെ വായിലെ നാക്കുകൊണ്ട് അവർക്ക് എന്തും പറയാം, എന്തും നമ്മളോട് ചെയ്യാം. അപ്പം നിങ്ങളോട് സ്വാതന്ത്ര്യമുള്ളവർ കൂടുതൽ അല്ല, നിങ്ങളുടെ മക്കളൊക്കെ നമ്മൾ തന്നെ ഓർക്കും, ഇവനൊക്കെ ഇത്രയും വലുതായിട്ടും ഒരു ബോധം വെച്ചില്ല എന്ന് ഓർക്കും. നമ്മുടെ മക്കൾ നമ്മളോട് കാണിക്കുന്ന ചില കോപ്പറേറ്റ് തരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ക്ഷീണമായിട്ട് കിടക്കുകയാണ്, അവൻ തിരക്കി പിടിച്ച് വന്ന് ബൈക്കിനെ കാറിനെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയി എഴുന്നെടുത്ത് അവിടെയും തിരികെ വെച്ച് ഇവിടെയും തിരികെ വെച്ചിട്ട് അവൻ ഉടനെ പോകും. അമ്മ ചിലപ്പോൾ നടുവ് വെട്ടി കിടക്കിയിരിക്കും. എന്താണ് അമ്മ കിടക്കണമെന്ന് പോലും അവൻ ചോദിക്കത്തില്ല. ഞാൻ പറയണത് ചോദിക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. കർത്താവ് തൻ്റെ ശിഷ്യനെ ഒറ്റക്കാണ് വളർത്തുന്നത്, ആരെയും കണ്ടിട്ടല്ല വളർത്തുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, അവൻ ജയിക്കാൻ പറയും, അവൻ ഇപ്പോൾ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഇപ്പം അവൻ ആ പെണ്ണ് പറയാണ് കേൾക്കണത്, എന്നെ കേൾക്കണില്ല. അങ്ങനെയൊക്കെ ഡയലോഗെന്ന് പറയേണ്ട ഒരു കാര്യമില്ല, ഒരു കഥയില്ല. അത് നിങ്ങൾ വളരെ തരം താഴ്ന്ന ആധ്യാത്മിക സൂക്ഷിക്കുന്നവരാണ് ഇങ്ങനെയുള്ള ചില ചെക്കുകളൊക്കെ വെക്കുന്നത്. ഒരു പ്രശ്നവുമില്ല, ഇതൊക്കെ ഓൾറെഡി ഉള്ളതാണ്. എല്ലാ ദിവസങ്ങളിലും അതാതിൻ്റെതായിട്ടുള്ള ക്ലേശങ്ങൾ മതിയെന്ന് ഈശോ പറയത്തില്ലേ? ഇപ്പം ക്ലേശങ്ങൾ ഉണ്ടാകുന്ന ടേക്ക് ദ വിഡ് ഓഫ് ഗോഡ്. എല്ലാ ദിവസങ്ങളും അതിൻ്റെ ക്ലേശങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ മഹത്വം, 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 ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. കരങ്ങൾ വീശി പാടാം. ആരാധന, ആരാധന, ശ്രീമേ ആരാധന, 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 ശ്രീമേ ആരാധന. ഹല്ലേലൂയ, 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 മത്തായി 6:34. മത്തായി 6:34. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അതതിൻ്റെ ക്ലേശങ്ങൾ ഉണ്ടാകും. ഇൻബിൽട്ടാണ്, എൻ്റെ കൂടെ തന്നെ ഘടിപ്പിച്ചിരിക്കുന്നതാണ്, അല്ലാതെ ഒരു അസംബിൾഡ് ആക്സസറി അല്ല, അതിനോട് അസംബിൾ ചെയ്തിരിക്കുന്ന ഒരു ആക്സസറി അല്ല, ഇൻബിൽട്ടായിട്ട് വരണതാണ്, എൻ്റെ കൂടെയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഓരോ ദിവസത്തിനും അതിൻ്റേതായിട്ടുള്ള ക്ലേശങ്ങളുണ്ട്. ഈ ഓരോ ദിവസവും ചിലപ്പോൾ ഭർത്താവിൽ നിന്നായിരിക്കാം, മക്കളിൽ നിന്നായിരിക്കാം. ഞാൻ രാവിലെ കർത്താവുമായിട്ട് ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ ആളാണ്, 3 മണിക്ക് എഴുന്നേറ്റാണ്. അപ്പോൾ ഈശോയോട് കുറച്ചു നേരം ഇരുന്നപ്പോൾ ഈശോ പറഞ്ഞത്, ഭൂമിയാണ് സ്വർഗം, സ്വർഗത്തിൽ നീ പറയുന്ന ത്രില്ലുണ്ടാകത്തില്ലെന്ന്.
ഞാൻ തന്നെ വാ പൊളിച്ചു പോയി, എന്നിങ്ങനെയൊക്കെ പറയണമെന്ന്. നമ്മുടെ സ്വർഗം പോയിട്ടല്ലേ ഇയാളിൻ്റെ കൂടെ നടക്കണം. അപ്പം സ്വർഗത്തിൽ ക്ലേശങ്ങളില്ല, അതാണ് പ്രശ്നം. ഇവിടെ മാത്രമേ ക്ലേശങ്ങളുള്ളൂ. ക്ലേശങ്ങൾ വെച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് ഒരു അവസരമുള്ളത് ഇവിടെയാണ്. അതാണ് ഭൂമിയാണ് സ്വർഗമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഭൂമിയാണ് നമ്മൾ എർത്ത് ഈസ് അവർ ഹോം എന്നൊക്കെ പറയും. അതൊക്കെ ചുമ്മാ ഒരു അവറേഷൻസാണ്, ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ചില സാധനങ്ങളാണ്. എർത്ത് നമ്മുടെ ഹോമൊന്നുമല്ല. നമുക്ക് എർത്ത് നമ്മുടെ ഹോമാണെങ്കിൽ പിന്നെ ഈശോ ഉയർത്തുന്നേക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത് എപ്പോഴും നിത്യത തന്നെ നമ്മുടെ ലക്ഷ്യം. പക്ഷേ വേറെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് അതിൻ്റേതായിട്ടുള്ള പുണ്യമുണ്ട്. ഭൂമിയുടെ ജീവിതത്തിന് നമ്മുടെ ആശാൻ പറഞ്ഞ പോലെ അവനീ വാഴ്വ് കിനാവ് കഷ്ടമൊന്നുമല്ല. അവനിയിലെ വാഴ്വ്, ഭൂമിയിലെ ജീവിതം കിനാവ് കഷ്ടം, സ്വപ്നം പോലെ, അങ്ങനെ സ്വപ്നമൊന്നുമല്ല. ഭൂമിയിലെ ജീവിതം കൊണ്ടാണ് നമ്മൾ കുരിശിനെ കൃപയാക്കി മാറ്റേണ്ടത്. ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് തന്നെ നിന്നെ തെറ്റിദ്ധരിക്കുന്നൊരു ജീവിത പങ്കാളി നമുക്കതൊരു നേട്ടമാണ്. നിൻ്റെ നന്മകൾ അംഗീകരിക്കാത്ത അയൽവാസി, ഇവരെ കൊണ്ടാണ് നമ്മൾ സ്വർഗം പണിയണത്. നമ്മൾ ഇത്രയും നാളെ കഷ്ടപ്പെട്ട് വളർത്തിയത് ഡിലീറ്റായി പോകുന്ന നമ്മുടെ മക്കൾ, ഇത്രയും നാൾ വളർത്തിയെടുത്തില്ലേ നമ്മളെ. നമ്മൾ അറിഞ്ഞ കാലത്തും അറിയാത്ത കാലത്തും വളർത്തിയെടുത്ത അമ്മമാർക്ക് നമുക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റുമോ? പക്ഷേ മക്കളിൽ നിന്നുണ്ടാകുന്ന ചില സമയത്തുള്ള പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നമ്മുടെ ചങ്ക് വേദനിക്കും. ദാറ്റ്സ് ഇറ്റ്സ്. അപ്പം അങ്ങനെയുള്ള ഈ ഇന്നർ ഫീലിങ്സ് എല്ലാം കൺവേർട്ട് ചെയ്ത് ഈ മരിയൻ സോഫ്റ്റ്വെയർ, മരിയൻ ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം കുരിശ് കൺവേർട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു മെറ്റാബോളിസം ഉണ്ടാക്കി അതിലൂടെ കൃപ ജനിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ടയാൾ അമ്മയാണ്. അമ്മയ്ക്ക് ഹെവി ലോഡായിട്ടൊരു ഒരു പ്രഷർ വന്നു കഴിഞ്ഞാൽ അമ്മ ഉടനെ ഹൃദയത്തിൽ സംഗ്രഹിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല, അവരോട് ഇവരോടൊക്കെ വിളിച്ച് പറയത്തില്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പരമാവധി നിങ്ങൾ മാതാവിൻ്റെ സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യണമെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ നോക്കണം. അവനെ വിളിച്ചു പറഞ്ഞു, മരുമകൾ പ്രശ്നം ഉണ്ടാക്കിയ മകളെ വിളിച്ചു പറഞ്ഞു. പലരും പണി മേടിച്ചിരിക്കുന്നത് ഈ മക്കളെ കൊണ്ട് തന്നെയാണ്. കാര്യം മരുമകളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ ഉടനെ എന്ത് ചെയ്യും? മകളെ വിളിച്ചു പറയും. അവൾ താടകയും ശൂർപ്പണകമായിട്ട് ഇങ്ങോട്ട് വരും. ഒരു 1.5 വരവാണ്. അതോടുകൂടി എല്ലാത്തിനും തീരുമാനമാവും. ചവിട്ടിക്കൂട്ടും മരുമകളുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ട് ആദ്യങ്ങൾ പായ്ച്ചു കളയോടാവും. അപ്പോൾ ഈ ഇഷ്യൂ ഉണ്ടാക്കണ എന്താണ് ഞാൻ പറയുന്നത്? നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ ഉടമ്പടി എടുക്കരുത്. ഉടമ്പടി നിലനിൽക്കത്തില്ല, അതുകൊണ്ടാണ് നിൽക്കത്തില്ല. അതാണ് സംഭവം. ഐസ് കട്ട പെയിൻ്റ് അടിക്കണ പോലെ ഇരിക്കും. ഇപ്പം കാര്യം മനസ്സിലായില്ലേ? അതാണ് സാധനം. ഈ വിഷയത്തെയാണ് എടുത്തിട്ട് നമ്മൾ മാതാവിനെ പോലെ വിഷയങ്ങളുണ്ടാവും. കർത്താവിനെക്കുറിച്ച്, കർത്താവിൻ്റെ ക്ലേശങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഓരോരോ ദിവസത്തിനും അതിൻ്റെ ക്ലേശങ്ങൾ മതിയെന്ന് പറഞ്ഞത് എന്താ? ക്ലേശങ്ങൾ ഉണ്ടാവേണ്ടതാണെന്നല്ലേ. ലോകത്ത് നിങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാവും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷമായിട്ട് പാടുക, എനർജറ്റിക് ആയിട്ട്. ക്ലേശ
വന്ന് സാക്ഷ്യം പറയാൻ എന്നെയും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് മിനി മജേഷ്. ഞാൻ പാലാരൂപതയിലെ പൈങ്കളം ഇടയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 22/1/2023 എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്കൊരു ജോലിയായിരുന്നു. എനിക്ക് ജോലി എൻ്റെ അമ്മ മാതാവോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ജോലി തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഒരു CBSE സ്കൂളിൽ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ടാണ് എനിക്ക് ജോലി തന്ന് മാതാവ് എന്നെ സഹായിച്ചത്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. എൻ്റെ ഭർത്താവിനെ കുറിച്ചാണ്. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം കാരണം എൻ്റെ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകുകയും സാമ്പത്തികമായി തകരുകയും എല്ലാം കൊണ്ടും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്ത് എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഞാനും എൻ്റെ മമ്മിയും എല്ലാവരും കൂടെ ഇവിടെ വന്നു. കൃപാസനത്തിൽ വന്നു പ്രാർത്ഥിച്ചു, പുറത്തിറങ്ങിപ്പോകും, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ഭർത്താവിനോട് പറഞ്ഞു ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു ഉടമ്പടി എടുക്കാം. കറക്റ്റ് സമയത്ത് പോകാൻ സമയം പറയും ഞാൻ എടുക്കത്തില്ല, പള്ളി വരാം. വന്നു, മാതാവ് പ്രാർത്ഥിച്ചു, തിരിച്ചറിയപ്പം ഇത് 2-3 പ്രാവശ്യം സംഭവിച്ചു. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഭർത്താവിൻ്റെ കുടി നിൽക്കുകയും അപ്പം ഞാൻ അടുത്ത് പ്രാർത്ഥന മാതാവ് കേട്ടു. അതുകൊണ്ട് ഒന്ന് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞ് ഞാൻ സാക്ഷി പത്രത്തിൽ ഒപ്പിടിപ്പിച്ച് സാക്ഷ്യം പറയാൻ സ്റ്റേജിൽ കയറാൻ നേരത്ത് ഭർത്താവിനോട് പറഞ്ഞു കൂടെ വരണം, ഞാൻ സാക്ഷ്യം പറഞ്ഞു കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷേ ഭർത്താവ് ഞാൻ മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് വണ്ടിയിലേക്ക് പോയിരിക്കുകയും എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റാതെ വരികയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര പ്രശ്നങ്ങളും ദുരന്തങ്ങളുമാണ് വീട്ടിൽ സംഭവിച്ചത്. ഭർത്താവ് ടൈൽസ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഭർത്താവിന് വന്ന പണികളെല്ലാം പോവുകയും എഴുതി കൊടുക്കുകയും അളന്നു കൊടുക്കുകയും ചെയ്യും. പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ ഇരിക്കും. അങ്ങനെ 9 മാസത്തോളം ഞങ്ങൾ അനുഭവിക്കാത്തതൊന്നുമില്ല. അതുപോലെ സങ്കടമായ അവസ്ഥയിലാണ് ഞങ്ങൾ കടന്നുപോയത്. പക്ഷേ മാതാവ് ഉള്ളം കയ്യിലെന്ന പോലെ എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തു രക്ഷിച്ചു. ഭർത്താവിൻ്റെ 27 വർഷമായിട്ടുള്ള കൂടിയാണ് ഇത്. ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒരു മാസം 10-45,000 രൂപ തന്നെ ഞങ്ങൾ ലോണായിട്ട് അടയ്ക്കേണ്ടതുണ്ട്. പക്ഷേ അതെല്ലാം കറക്റ്റായിട്ട് നീങ്ങിപ്പോവുകയും വീട്ടിലെ കാര്യങ്ങൾ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഭർത്താവിന് പണിയില്ല, വർക്കുകളൊക്കെ വരുന്നുണ്ട്, എഴുതി കൊടുക്കുന്നു, തിരിച്ച് വീട്ടിൽ വന്നിരിക്കുന്നു. ഇങ്ങനെ 9 മാസത്തോളം ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു. ആ സമയത്താണ് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകുന്ന വചനമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഭർത്താവിനോട് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടല്ല, ചേട്ടായി ഉടമ്പടി എടുത്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് കരകയറാൻ പറ്റുള്ളൂ. പറഞ്ഞു ഉടമ്പടി എടുക്കാം. ഒരു ശനിയാഴ്ച വൈകുന്നേരം പറഞ്ഞു നമുക്ക് പോകാം, ഞായറാഴ്ച ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അതുവരെ എത്രയൊക്കെ വർക്കുകൾ വന്നോ ആ വർക്കുകളെല്ലാം നമുക്ക് നഷ്ടപ്പെടുകയും വീട്ടിൽ വന്നു. അതുപോലെ ഭർത്താവാണെങ്കിലും മാനസികമായിട്ട് ആകെ മൊത്തം വിഷമിച്ചു. എന്നാ ചെയ്യും, ഇതിന് കരകയറാൻ രക്ഷയില്ലല്ലോ. പക്ഷേ ഞായറാഴ്ച വന്ന് രാവിലെ ഞാനും ഭർത്താവും കൂടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ ആദ്യത്തെ വർക്ക് തന്ന് ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അടുത്ത വർക്ക് വന്നു. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ 27 വർഷമായിട്ട് ഞങ്ങളുടെ കുടുംബം അനുഭവിച്ചുകൊണ്ടിരുന്ന മദ്യപാനം എന്ന ആസക്തി ഇന്ന് ചേട്ടായി രക്ഷപ്പെട്ടു. ഇന്നേ വരെ ചേട്ടായി മദ്യപിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ കുടുംബ പ്രാർത്ഥനയില്ലായിരുന്നു. അതുപോലെ തന്നെ കുമ്പസാരിക്കുകയോ കുർബാന കൂടുകയോ ചെയ്യാൻ പോയില്ല. ഒരു ഈസ്റ്റർ വന്നാലും ക്രിസ്മസ് വന്നാലും അന്നത്തെ ദിവസം മദ്യപാനമാണ്. പക്ഷേ പള്ളിയിൽ പോകത്തില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടുകയും 1 മാസം കൂടുമ്പോൾ കുമ്പസാരിക്കുകയും എല്ലാ ഞായറാഴ്ചയും കുർബാന കൂടുകയും പോകും ചേട്ടായി. വർക്കിനും ഒരു പെൻഡിങ്ങും വന്നിട്ടില്ല. രണ്ടാമതായി എനിക്ക് ഒരു അപകടം ആണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ സ്കൂളിൽ 8 മണിക്ക് കയറേണ്ടതുകൊണ്ട് അന്നിച്ച് താമസിച്ചാണ് ഞാൻ പോയത്. ഞാൻ സ്കൂട്ടി ഓടിച്ച് ഒരു വളവിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു വണ്ടി ഒരാളെ പഠിപ്പിക്കുമായിരുന്നു ഓടിപ്പിക്കാനായിട്ട്. പക്ഷേ ആ വളവിൻ്റെ കറക്റ്റ് വന്നപ്പോഴത്തേക്കും വണ്ടി നിന്നുപോയി. ഞാൻ ഓർത്തു അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി വരുന്നില്ല എന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ ഞാൻ വണ്ടി അവിടെ നിന്ന് ഓട്ടോയ്ക്ക് ഇതങ്ങ് കയറിപ്പോകുകയും നേരെ ട്രാൻസ്പോർട്ടിൻ്റെ മുമ്പിലേക്കായിരുന്നു. പക്ഷേ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അവിടെ നിന്ന് ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നാണ് എനിക്കറിയത്തില്ലാത്തത്. എൻ്റെ കുടുംബം മുഴുവൻ ആ നിമിഷം ഞാൻ ഓർത്തു. കാരണം KSRTCയിലെ ഡ്രൈവർ കൈ തലവെച്ച് പോയി. കാരണം നേരെ നേർക്കാണ്, അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ ഇടയില്ല. പക്ഷേ എൻ്റെ മാതാവേ എന്നൊരു വിളിച്ചാൽ ഞാൻ വിളിച്ചിട്ടുള്ളൂ. ആ സൈഡ് ചേർന്ന് KSRTCയുടെ സൈഡ് ചേർന്ന് എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് തട്ടി മാറി എൻ്റെ കൈ ആരാണോ തിരിച്ചെന്നിരിക്കുന്നത് അപ്പം ഞാൻ വിശ്വസിച്ചു എൻ്റെ മാതാവാണെന്ന്. എന്നെ രക്ഷപ്പെടുത്തി മാതാവ്. അങ്ങനെ പല അപകടങ്ങളിൽ നിന്നും മാതാവ് എന്നെ രക്ഷിച്ചു.
മൂന്നാമത്തെ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മൂത്ത പെങ്ങളുമായിട്ട് ഇച്ചിരി വിഷയം ഉണ്ടായിരുന്നു. 1.5 വർഷമായിട്ട് ഞങ്ങൾ ഒരിക്കലും അത് പരിഹരിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ഓർത്തില്ല. അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഈ പ്രശ്നങ്ങൾ മുറുകിക്കൊണ്ടിരിക്കുകയും തെറ്റിദ്ധാരണയുടെ പേരിൽ ഭയങ്കര പ്രശ്നം എൻ്റെ മമ്മിയായിട്ടും ഹസ്ബൻഡായിട്ടും എല്ലാവരുമായിട്ടും ഭയങ്കര പ്രശ്നങ്ങളും അവർ മാറിയിരിക്കുകയും നമ്മൾ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിത് സാധിച്ചു തരണം, കാരണം ഇത് മാതാവല്ല, മാതാവ് ഈശോ അല്ലാതെ എനിക്ക് സാധിച്ചു തരാൻ വേറെ ആരുമില്ല. പക്ഷേ ഈ ഓണത്തിന് മുമ്പ് അവർ വന്നെല്ലാം പ്രശ്നങ്ങൾ തീർക്കുകയും എനിക്കത് സാധിച്ചു കിട്ടുകയും അവരുമായിട്ട് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, സന്തോഷകരമായി പോകുന്നു. അതിന് മാതാവിന് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ കുടുംബത്തിൽ സമാധാനം എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചിട്ടില്ലായിരുന്നു. അതിപ്പോൾ എൻ്റെ കുടുംബത്തിൽ തിരിച്ചു വന്നു. എങ്ങനെയൊക്കെ പൈസ അടയ്ക്കാൻ വന്നാലും കടങ്ങളുണ്ട്. പക്ഷേ എല്ലാം കറക്റ്റായിട്ട് മാതാവ് എനിക്കത് ആ കറക്റ്റ് സമയത്ത് തലേദിവസം വരെ, പക്ഷേ ടെൻഷൻ ഇല്ല, പൈസ തരും എന്നെനിക്കറിയാം. പക്ഷേ ആ സമയത്ത് കറക്റ്റ് സമയത്ത് പൈസ അടയ്ക്കാനുള്ള വഴി മാതാവ് എനിക്ക് ഒപ്പിച്ചു തരും. പിന്നെ പറയാനുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്കൊരു അസിഡിറ്റിയുടെയും എന്ത് കഴിച്ചാലും ഈ എരിവും പുളിയും ഒന്നും കഴിക്കത്തില്ല. പക്ഷേ ഞാനിതെല്ലാം കഴിക്കുകയും ചെയ്യും. എനിക്ക് ഭയങ്കര വേദനയായിട്ട് 3 വർഷമായിട്ട് ഞാനൊരു പൈകലൊരു ഹോസ്പിറ്റലിൽ ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്ന് മരുന്ന് കഴിച്ച് അവസാനം പാലായിലെ കാർമൽ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ മാറി. ഇതെന്താണെന്ന് അന്വേഷിക്കണമല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ ഹസ്ബൻഡും കൂടെ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് 35-നും 45-നും വയസ്സ് പ്രായമുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് വേദന വരുവാണെങ്കിൽ ഒന്ന് യൂട്രസ് എടുത്തു മാറ്റണം, അല്ലെങ്കിൽ ഗർഭപാത്രത്തിന് കംപ്ലൈൻറ്റ്, അല്ല മുഴയുണ്ടാവും, ഇതെന്നാളും ഉറപ്പാണ്, എല്ലാ ടെസ്റ്റും ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ എല്ലാ ടെസ്റ്റും ചെയ്യാണ്ട് കൊടുത്തു. പക്ഷേ എനിക്ക് പേടിയായി, കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മറികടക്കാനോ ചികിത്സിക്കാനുള്ള സാമ്പത്തികമൊന്നും എൻ്റെ കുടുംബത്തില്ല. കാരണം ഞാൻ മാതാവിനെ ഒന്ന് പ്രാർത്ഥിച്ചു, എനിക്ക് എന്തെങ്കിലും അസുഖമാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മാതാവേ, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, കുടുംബമുണ്ട്, അപ്പനും അമ്മയും അമ്മയുടെ അമ്മയും എല്ലാവരും ഉണ്ട്, എനിക്ക് ഒന്നും വരത്തില്ല എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ ഈ റിസൾട്ടുമായിട്ട് ഹോസ്പിറ്റലിന് മുമ്പ് ഇരിക്കുമ്പം എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത്, നീ എന്തിനാണ് പേടിക്കുന്നത്, നമ്മൾ ഉടമ്പടി എടുത്തിട്ടില്ലേ. എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചോണ്ട് പറഞ്ഞു, ഒന്നും വരുത്തത്തില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, മാതാവ് നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. പക്ഷേ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് അവിടെ ഇരിക്കുന്ന നിമിഷം വരെ ഞാൻ വിറച്ചുകൊണ്ടാണ് ഇരുന്നത്. കാരണം എന്തെങ്കിലും ഉണ്ടെന്ന് ഡോക്ടർ ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത്, നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. കാരണം ഇവിടെ വന്ന ഓരോ പേഷ്യൻറ്റിനും എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ്, പക്ഷേ നിങ്ങൾക്കൊരു ഷുഗർ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. അതുകൊണ്ട് ദൈവം നിങ്ങളെ ഒരു കുഴപ്പമില്ലാതെ രക്ഷിച്ചിരിക്കുന്നു. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നത് എന്ന് എന്നോട് പറഞ്ഞു. എനിക്കത് ഇപ്പോഴും കാരണം എൻ്റെ മാതാവ് ചോദിച്ച കാര്യങ്ങളെല്ലാം ചെറുതാണ്. ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ഓരോ ദിവസവും എനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ മാതാവ് എൻ്റെ അടുത്ത് എന്നെ സഹായിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം 1000 നന്ദി പറയുന്നു. പിന്നെ ഏത് സന്ധികളിലും മാതാവ് ഈശോയുമാണ്. ഞാൻ എപ്പോഴും യാത്ര ചെയ്താലും എപ്പോഴും ഞാൻ എനിക്ക് ഈ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ വണ്ടി ഓടിക്കുകയും ചെയ്യുന്നത്. പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത്, ഞാൻ മാതാവിനെ കുറിച്ച് എല്ലാവരും പറയുക എന്നുള്ളതാണ്. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനോടാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത്. അവർക്ക് കുറേ പേരോട് ഈ അവധിക്ക് വരാണ്ടിരിക്കുന്നു, അവരോട് പറഞ്ഞ് അവർക്ക് സാക്ഷ്യങ്ങൾ കൊടുക്കുന്നു. അവർക്ക് ഞാൻ ഒരു മാസം എല്ലാ മാസം ഇവിടെ ഒന്ന് പത്രം മേടിക്കും. അവർ ചോദിക്കും, ഇന്ന് ഈ പ്രാവശ്യം പോയില്ലേ, കിട്ടിയില്ലല്ലോ എന്ന്. പക്ഷേ ഞാനിവിടെ പത്രം അവർ അതിനു വേണ്ടി നോക്കിയിരിക്കും. അതിപ്പോൾ ഓരോ പത്രം കൊടുക്കുമ്പോഴും ഞാൻ എൻ്റെ സാക്ഷ്യം പറയും. കാരണം എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് എനിക്ക് മാതാവ് തന്നത്. കാരണം അതുപോലെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് എന്നോട് ആര് സഹായം ചോദിച്ചാൽ എന്നെ കൂടെ പറയുന്നത്, എനിക്ക് വലിയ പൈസയൊന്നും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. പക്ഷേ ഒരു കാപ്പി കുടിക്കാനോ അല്ലെങ്കിൽ എന്നോട് പൈസ ചോദിച്ചാലും 50-ആയിട്ടും 100-ആയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുകയും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ശമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യാൾത്താരയിൽ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ആദ്യമായി ഞാൻ എൻ്റെ നന്ദി പറയുന്നു. എൻ്റെ പേര് വർഗീസ്, ഇതെൻ്റെ ഭാര്യ ലാലി. എനിക്ക് 2 മക്കളാണുള്ളത്. ഒരു മോള് ബാംഗ്ലൂർ കൽപ്പിച്ചയച്ചു. എൻ്റെ മോന് അവൻ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നു. എനിക്ക് മംഗലാപുരത്ത് കൺസ്ട്രക്ഷൻ വർക്കാണ്. അങ്ങനെ ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2019 ഫെബ്രുവരി 18-ാം തീയതിയാണ്. സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ആദ്യമായി പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. സാക്ഷ്യം പറയാൻ താമസിച്ചാലും തന്നെ ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഒന്ന് പുതുക്കുകയും
നേർച്ച വസ്തുക്കളെല്ലാം വാങ്ങിപ്പോവുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായി ഞാൻ വെച്ച 6 നിയോഗങ്ങളിൽ 3 വലിയ കാര്യം എനിക്ക് സാധിച്ചു കിട്ടി. അതിലേറ്റവും വലുത് എൻ്റെ മദ്യപാനമായിരുന്നു. ഒരു 40 വർഷത്തിൽ മേലായി, ചുരുക്കം പറയുകയാണെങ്കിൽ ചെറുതിൽ തന്നെ ചാച്ചന് കള്ള് മേടിക്കാൻ പോകുമ്പോൾ കുടിക്കുന്ന കൂടെയായിരുന്നു. അങ്ങനെ കുടി മൂത്ത് രാവിലെ മംഗലവർത്തക്കാരെ അറിയാലോ, അവിടെ ഏത് കടയിൽ എവിടെ ചെന്നാലും കിട്ടും സാധനം. അങ്ങനെ തുടങ്ങും. ഉച്ച കഴിയുമ്പോൾ ഓറഞ്ചൊക്കെ തിന്നിട്ട് വീട്ടിൽ വരും. അവളെന്നാലും കണ്ടുപിടിക്കും. ആ കുടി അങ്ങനെ മൂത്ത് വൈകുന്നേരം ആകുമ്പോൾ പ്രശ്നമാവും. വീട്ടിൽ വരുമ്പോൾ പിന്നെ വഴക്കാവും, പിള്ളേരോട് വഴക്കാവും, ആകെക്കോളാവും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ താമസിക്കുന്ന കൂടാണ്ട് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ വെച്ചായി വീണ്ടും അടുത്ത കുടികളെല്ലാം. അങ്ങനെ ആ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യമായി 100 കോടി നന്ദി പറയുന്നു. അതിൻ്റെ ശേഷമാണ് ഇന്ന് ഞാൻ ഈ നിലയിൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഞാനിന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. 40 വർഷമായിട്ട് കുടി ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് കാല് കുത്തിയതിൻ്റെ അന്ന് നിർത്തിയതാണ്. തലേദിവസം കൂടി ഞാൻ പൂച്ചാക്കലും തൈക്കാശ്ശേരി എന്നൊക്കെ എൻ്റെ അളിയൻ്റെ കൂടെയൊക്കെ നടന്ന് കുടിച്ച ഒരാളാണ്. കുടി തുടങ്ങിയാൽ രാത്രി ചെല്ലുമ്പോൾ ഒരു 12 മണി. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ അവയ്ക്കേ അറിയാവുള്ളൂ. അവൾക്ക് അറിയാത്ത ദിവസങ്ങളില്ല. അപ്പോൾ ആദ്യമായി ഞാൻ അതിന് 100 കോടി നന്ദി പറഞ്ഞു. എനിക്ക് വേറെ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ എത്രയോ വലുതാണ് ഈ മദ്യപാനം. ഇപ്പം എനിക്കത് വേണമെന്നില്ല. മറ്റത് മംഗലാപുരത്തോടി പോകുമ്പോൾ കുറച്ച് ധ്യാനം കൂടിയാലോ എപ്പോഴെങ്കിലും ആദ്യം നിർത്തും, പിന്നെ വീണ്ടും തുടങ്ങും. ചെറിയൊരു പാക്കറ്റൊക്കെ അവിടെ കിട്ടും. അതുകൊണ്ട് ഞാൻ അതവിടെ നിർത്തുന്നു. അതിൽ കിട്ടിയ നന്ദിക്ക് ആദ്യം നന്ദി പറയുന്നു. രണ്ടാമതായി കടബാധ്യതയാണ്. ഈ കടബാധ്യതയും വരുന്നത് എവിടെ നിന്നാണ്? ഈ മദ്യപാനത്തിൽ നിന്നാണ്. അപ്പോൾ താമസിക്കുന്ന കൂടാണ്ടുള്ള ഒരു പറമ്പ് വിറ്റിട്ട് കടം തീർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കച്ചവടം നടക്കുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പോയതിന് ശേഷം ഇവിടുത്തെ ചെറിയ കാശുരൂപവും ഉപ്പും ഞാൻ ആ 4 മൂലയിലിട്ട് പറമ്പിലിട്ട് വിശ്വാസ പ്രവചനത്തിൽ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ വിചാരിച്ചിരുന്ന വിലയേക്കാളും നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, ആ പൈസയുടെ ബാക്കി കൊണ്ട് കടം തീർത്ത് എനിക്കൊരു അടുത്ത ഒരു 8.25 സെൻറ്റ് സ്ഥലം അതിനേലും അടുത്ത് വാങ്ങാൻ പറ്റി. അപ്പോൾ ആ സ്ഥലം കണ്ട് തന്നെ ബ്രോക്കറോട് പറഞ്ഞപ്പോൾ ഞാനും ചെയ്തു. ഇതേപോലെ തന്നെ കച്ചവടം നടക്കുന്നതിന് മുമ്പ് അവിടെ കൊണ്ടുപോയി 4 മൂലയ്ക്കും കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അതിനിടയ്ക്ക് കയറിപ്പോയി ഉപ്പിടുകയും ആശുരൂപം ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന് 50,000 രൂപ ടോക്കണും കൊടുത്തു. അങ്ങനെ ആ സ്ഥലം വാങ്ങാൻ പറ്റിയെന്ന് മാത്രമല്ല, മറ്റത് 15 വർഷമായിട്ട് ഒന്നും ചെയ്യാൻ ഒരു ജോലിക്കാർ നിൽക്കും. 10-15 ജോലിക്കാരുണ്ട്. അവരൊക്കെ നിൽക്കുന്ന ഷെഡുകളുണ്ട് സിമെൻറ്റ് ഷീറ്റിൽ. പക്ഷേ ഈ പറമ്പിൽ 2 വർഷമായിട്ട് വാങ്ങിച്ച പറമ്പിൽ 5 വീടിൻ്റെ ഒരു വീട് പണി തീർന്നു. നോയമ്പ് കഴിയുമ്പോൾ മെയ് 17 അച്ഛൻ്റെ അടുത്ത് ഡേറ്റ് ചോദിച്ചിട്ടാണ് ഞാൻ അവിടെ വന്നത്. പക്ഷേ അമ്മയുടെ ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാതെ ഞാൻ വീട് വെഞ്ചരിക്കരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ വന്നതാണ്. ഇന്ന് 12:40 ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം. അങ്ങനെ സിസ്റ്ററോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആദ്യം തന്നെ ഇപ്പോൾ സാക്ഷ്യം പറയുന്നത്. ഇവിടുന്ന് തന്നെ ഞങ്ങൾ പോകും മംഗലാപുരത്തിന്. അതാണ് രണ്ടാമത്തെ ഒരിത്. ഇത്രയും അനുഗ്രഹം തന്ന ഈ കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു ഈശോട്. മൂന്നാമതായിട്ട് ഞങ്ങൾക്ക് രോഗങ്ങളാണ്. എൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴും ഈ തലവേദന അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം ഉണ്ടാവും, തലവേദന കൂടെ. അപ്പോൾ ഞാനെന്ത് ചെയ്യും? മറ്റത് തലവേദന എന്നാൽ അവിടെ തളർന്നെത്തി കിടക്കും, കഞ്ഞി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല വീട്ടിൽ. പക്ഷേ ഞാൻ ഉടമ്പടി തൈലം തരട്ടി വിശ്വാസപ്പെടം ചെല്ലും, അത് തീർത്ത് പെട്ടെന്ന് മാറി. ഇപ്പോൾ ഒരു 5-6 ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അതില്ല അവർക്ക് അങ്ങനെ തലവേദന. വല്ലപ്പോഴും ഒന്ന് വരും പോകുന്നതല്ലാണ്ട് മറ്റതങ്ങനെയല്ല ഇതാണ്. അതുപോലെ തന്നെ കൊറോണയുടെ സമയത്ത് എനിക്ക് ഡസ്റ്റ് അലർജിയായി, ന്യൂമോണിയായി, അതെപ്പോഴും ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റായി. ഇത് 3ാമത്തെ നിയമമാണ് എൻ്റെ. അത് അഡ്മിറ്റായി ന്യൂമോണിയ മൂത്ത് കൊറോണ വാടിക്കൊണ്ട് തന്നെ എന്നെ കടത്തി. കൊറോണ കടത്തിയപ്പോൾ ഇവർ പറഞ്ഞ് സമ്മതിക്കത്തില്ല, അങ്ങേർക്ക് കൊറോണ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. KMC ആശുപത്രിയിലാണ് മംഗലാപുരത്ത്. അങ്ങനെ കൊറോണ കിറ്റൊക്കെ ഇട്ട് ഇവളെയും മകനെയൊക്കെ കടത്തി ഒരു AC റൂമിൽ കടത്തി വിട്ടു. അങ്ങനെ ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് ഒരു കൊറോണ രോഗീനെയും കൊണ്ട് വരുന്നതാണ് വീൽ ചെയറിൽ. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ സമ്മതിക്കാമെന്ന് പറഞ്ഞ് ഈ കാശുരൂപം പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ ഡോറിൻ്റെ വാതിക്ക് വന്നിട്ട് പറയുകയാണ്, എനിക്ക് AC റൂം പറ്റിയല്ലെന്ന്. അങ്ങനെ അതൊരു അത്ഭുതമാണ് അവിടെ നടന്നത്. അങ്ങനെ ഒത്തിരി രോഗസംബന്ധമായ അത്ഭുതങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പറഞ്ഞറിഞ്ഞാൽ തീരാത്ത. ഇന്ന് വൈകുന്നേരം വരെ നിന്ന് തീർന്നാലും അനുഗ്രഹമില്ല. ഇതെല്ലാം ഈ ഉടമ്പടിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. മോനാണെങ്കിലും ഇപ്പോൾ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നു. എനിക്ക് ഒരു മറ്റതങ്ങനെയല്ല, ജോലിക്കാരെല്ലാം മദ്യവെച്ച് എല്ലാത്തിൻ്റെയും തുടക്കം ഈ മദ്യപാനം തന്നെയാണ്. അത് കഴിഞ്ഞ് രാവിലെ തുടങ്ങി വൈകുന്നേരം ആകുമ്പോൾ പിന്നെ പണിസ്ഥലത്ത് പോയി കഴിഞ്ഞുള്ള ഞാനാണ് വലിയ ആളെന്നുള്ള രീതിയിൽ തുടങ്ങും. വീട്ടുകാരായിട്ട് വഴക്കുണ്ടാവും, ജോലിസ്ഥലം പോകും, ജോലിക്കാരുണ്ടായാല. ഇപ്പം അങ്ങനെയല്ല, എല്ലാം നല്ല കറക്റ്റായിട്ട് കിടക്കുന്നു. എൻ്റെ മോനാണെങ്കിലും സൈറ്റിൽ അവന് ഇഷ്ടമല്ല ഈ മദ്യപിച്ചുകൊണ്ടൊക്കെ ഞാനും വരുമ്പോൾ അവന് അങ്ങനെ. ഇപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ എൻ്റെ സൈറ്റ് നോക്കുന്നത് അവന് സിവിൽ എഞ്ചിനീയറാണ്. അവനാണ് ഇപ്പോൾ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എനിക്ക് തന്ന 100 അനുഗ്രഹങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാൻ ഇവിടെ നിർത്തും. ഞാനിവിടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞെന്നാൽ അവിടെ ഒത്തിരി കാരുണ്യഭവനങ്ങളെല്ലാം ഉണ്ട്. അവിടെയെല്ലാം ഞാൻ പോയി സഹായിക്കും.
രണ്ടാമത് വല്ല രോഗികൾ തളർന്നു കിടക്കുന്ന അവിടെ ഇവിടെ അല്ലാണ്ട് അവർക്കും വേണ്ട പോലെ ചെയ്യും. ഇത് കൂടാണ്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക്, ഒരു പാവപ്പെട്ട ഒരു വീട്ടുകാരന് തുച്ഛമായ കാശ് അവരുടെ ഉള്ളത് വാങ്ങിക്കൊണ്ട് ഞാനൊരു നല്ലൊരു ഭവനം പണിത് അവർക്ക് കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ എന്നെക്കൊണ്ട് പാടുള്ള ഇപ്പോഴും ടി വിയിലൊക്കെ നമുക്ക് വരുമല്ലോ, ഓരോ രോഗികൾ തളർന്നു കിടക്കുന്നതൊക്കെ അറിയുകയാണെങ്കിൽ അപ്പോൾ ഞാനത് ഫോട്ടോ എടുത്തിട്ട് അവർക്ക് പൈസ അയച്ചു കൊടുക്കും. അങ്ങനെ എന്നെക്കൊണ്ട് കഴിയാവുന്നത്. മറ്റതൊന്നും ഇല്ല. എൻ്റെ കാര്യം ചിന്താവാന്നുള്ള രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ പേപ്പർ, ഞാനിവിടെ സാക്ഷ്യം പറയാൻ താമസിച്ചാലും ഞാനിവിടെ വരുവാണെങ്കിൽ എനിക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ വരുവാണെങ്കിൽ ഞാൻ വന്ന് പത്രം മേടിച്ച് നേർച്ച വസ്തുക്കൾ വാങ്ങിയിട്ട് പോകും. അത് പോയി അവിടെ പള്ളിയിൽ ഞാൻ കൊടുക്കും. അത് കൊടുക്കുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലിയേ കൊടുക്കുള്ളൂ, അവിടെ വെച്ചിട്ടൊന്നും പോരല്ല. അങ്ങനെ ചിലർ അവിടെ കൊണ്ട് ബെഞ്ചിലൊക്കെ വെച്ചിട്ട് പോരുന്നവരുണ്ട്. ഞാൻ എന്ത് ചെയ്യും, അതെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി എന്നെക്കൊണ്ട് പാടുള്ള പോലെ ഞാൻ അവിടെ ഞങ്ങൾക്ക് 2-3 പള്ളിയുണ്ട്, കന്നഡ കുർബാന നടക്കുന്നതും കൊങ്ങണിക്കും, അവിടെ എല്ലാം കൊണ്ട് കൊടുക്കും. അങ്ങനെയെല്ലാം എന്നാൽ കഴിയുന്ന പ്രേക്ഷിത പ്രവർത്തനവും ഞാൻ ചെയ്തുകൊണ്ടുണ്ട്. അതിൻ്റെ അനുഗ്രഹം എനിക്കുണ്ട്. ഇത് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഇതൊരു തീർത്ഥാടന കേന്ദ്രം പോലെ ആരും കാണരുതും, അത്ര ഒരു ബലപ്പെട്ടൊരു സ്ഥലമാണെന്നുള്ളതാണ്. പലരും മൊബൈലിലൊക്കെ കുറ്റം പറയുന്നതൊക്കെ ഉണ്ട്. അവരൊക്കെ പറയാൻ എനിക്ക് ഒരു വാക്കേ ഉള്ളൂ, വന്ന് നിങ്ങളിവിടെ ഒന്ന് കൂടും ഒരു ദിവസം, അത്ര മാത്രമേ പറയാനുള്ളൂ. ചിലർ പറയും ഇത് കാശുണ്ടാക്കാനുള്ളതാണ്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. മറ്റത് ഞാൻ മദ്യപിക്കുന്നത് അങ്ങനെയല്ല, ഒന്ന് നിർത്തും, പിറ്റേ ദിവസം തുടങ്ങും, അല്ലെങ്കിൽ എന്നിട്ട് ഇങ്ങനെ പോകും. ഒരാഴ്ച ഏറ്റവും കൂടിയ ഇന്ന് എനിക്ക് മദ്യം കാണുന്നതോ, ഇപ്പം ഞാൻ ഇതുകൂടാണ്ട് ഒരു ക്ലബ്ബിലുണ്ട് ഞാൻ, അവരപ്പുറത്തെ റൂമിൽ മദ്യപിച്ചുണ്ടാവും. മറ്റത് അങ്ങനെയല്ല, ഞാൻ ബാക്കിൽ കൂടി പോയി ആദ്യം അവർ പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ പൊട്ടിച്ച് കഴിക്കുമായിരുന്നു. ഇങ്ങേറ്റ രൂപക്കൂടിൻ്റെ പുറയിൽ വെച്ചിട്ട് കൂടി കഴിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഇതെല്ലാവർക്കും ഒരു അനുഭവമാകട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി, എനിക്കൊരു നാണക്കേടുമില്ല ഇത് പറയുന്നതിൽ. എൻ്റെ ഭാര്യ അത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ ഈ കാര്യത്തിൽ. ഞാൻ നിർത്തുന്നു എൻ്റെ സാക്ഷി.